ദക്ഷിണ കൊറിയയിലെ ഗ്രാമങ്ങളിൽ നമുക്ക് രോഗശാന്തിയുടെയും സ്വയം കണ്ടെത്തലിന്റെയും ഒരു യാത്ര ആരംഭിക്കാം. ലിറ്റിൽ ഫോറസ്റ്റ് എന്ന ആഹ്ലാദകരമായ ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരൂ. അതെ, ഈ ചിത്രത്തിന്റെ പേര് കൊറിയയിൽ വാൾഡൻ എന്ന് പരിഭാഷപ്പെടുത്തുന്നു. ഹെൻറി ഡേവിഡ് തോറോ എഴുതിയ ട്രാൻസെൻഡന്റലിസം എന്ന തത്വശാസ്ത്രത്തെയും ലളിത ജീവിതത്തെയും കുറിച്ചുള്ള പ്രസിദ്ധ കൃതിയാണ് വാൾഡൻ. ദക്ഷിണ കൊറിയൻ സിനിമയിൽ നിന്നുള്ള ഹൃദയസ്പർശിയായ ഒരു കഥ ലിറ്റിൽ ഫോറസ്റ്റ് നമ്മെ കൊണ്ടുപോകുന്നത് ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ മന്ദതയിലേക്കും സൗന്ദര്യത്തിലേക്കുമാണ്. നഗരജീവിതത്തിന്റെ നിരാശയിൽ നിന്ന് രക്ഷണാമാർഗം തേടുന്ന ഹ്യേവണെ കിം ടേരി എന്ന യുവതിയുടെ കഥയാണിത്. പരാജയപ്പെട്ട അധ്യാപക പരീക്ഷ, മനസ്സിലാക്കാൻ പ്രയാസമുള്ള ബന്ധം, ഇതെല്ലാം അവളെ വേരും പൊടിയും നിറഞ്ഞ നഗരജീവിതത്തിൽ നിന്ന് ഓടിപ്പോകാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവൾ തിരിച്ചെത്തുന്നത് തന്റെ ബാല്യകാല ഗ്രാമത്തിലേക്ക്, നിഗൂഢമായി അകന്നുപോയ അമ്മയുടെ വീട്ടിലേക്ക്. കൂട്ടുകൂട്ടാൻ വിശ്വസ്തനായ നായായ ഉഗു മാത്രമുള്ള ഹ്യേവൺ, ബാല്യകാല സുഹൃത്തുക്കളായ ജേഹ, ജൂണിയോൾ, യൂൻസു, ജിൻ കിജു എന്നിവരുമായി വീണ്ടും കൂട്ടുകൂടുന്നു. ഋതുക്കളുടെ മാറ്റം പോലെ ഹ്യേവണിന്റെ ജീവിതവും പരിവർത്തനം ചെയ്യപ്പെടുന്നത് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നു. മഞ്ഞു പെയ്യുന്ന ശൈത്യകാലം അനിശ്ചിതാവസ്ഥയുടെ കാഠിന്യം പ്രതിഫലിപ്പിക്കുന്നു. കാലിയായ വീടും മഞ്ഞു മൂടിയ പാടങ്ങളും അവളുടെ മനസ്സിന്റെ അവസ്ഥയെ കാണിക്കുന്നു. പക്ഷേ ഈ ഒബാനയുള്ള സമയം ഹ്യേവണിന് കരുത്ത് പകരുന്നു. അമ്മയുടെ പഴയ കുറിപ്പുകളിൽ നിന്നും സുഹൃത്തുക്കളുടെ സഹായത്തിൽ നിന്നും പഠിച്ച് കൃഷിയിടം ഒരുക്കാനും കൃഷി ചെയ്യാനും അവൾ തുടങ്ങുന്നു. വസന്തം വരവേ പുതുജീവിതത്തിന്റെ മുന്നേറ്റം പോലെ ഹ്യേവണിലും മാറ്റം വരുന്നു. മണ്ണിൽ വിതക്കുന്ന വിത്തുകൾ പോലെ അവളുടെ പ്രതീക്ഷകളും മുളപൊട്ടുന്നു. സസ്യങ്ങൾ വളരുന്നത് പോലെ അവളുടെ ആത്മവിശ്വാസവും വളരുന്നു. ഓരോ പച്ചക്കറിയും പഴവും പറിച്ചെടുക്കുമ്പോൾ അവളുടെ യാത്രയിലെ വിജയം നമുക്ക് കാണാൻ സാധിക്കും. വേനൽക്കാലം സമൃദ്ധിയുടെയും ആഹ്ലാദത്തിന്റെയും കാലമാണ്. ഹ്യേവൺ കൃഷിയിടത്തിൽ നിന്ന് വിളവെടുക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് രുചികരമായ കൊറിയൻ വിഭവങ്ങൾ കിമ്മി പായസം, അരി, വീഞ്ഞ് തുടങ്ങിയവ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നു. ഈ ഭക്ഷണ നിർമ്മാണ രംഗങ്ങൾ സംവിധായകൻ ഇം സൂൺ രിയെ വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും ചിത്രീകരിക്കുന്നു. മാവ് പൊടിച്ചു കുഴക്കുന്നതും ചോറുവെള്ളം ഇളക്കുന്നതും വ്യത്യസ്ത നിറങ്ങളിലുള്ള മാവ് പാളികൾ കൂട്ടിച്ചേർത്ത് ചുവന്ന ബീൻസ് പുട്ട് ഉണ്ടാക്കുന്നതും എല്ലാം ക്യാമറയിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. ഭക്ഷണം വെറും ആഹാരമല്ല, ഹ്യേവണിന് അത് ഭൂതകാലവുമായുള്ള ഒരു ബന്ധവുമാണ്. ഫ്ലാഷ്ബാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവളുടെ അമ്മയുമായുള്ള മോൺസോറി സ്നേഹനിർഭരവും എന്നാൽ ഒരേ സമയം പ്രശ്നങ്ങളുള്ളതുമായ ബന്ധമാണ്. രുചികരമായ വിഭവങ്ങൾ പാചകം ചെയ്യാനും അവ പ്രിയപ്പെട്ടവരുമായി പങ്കിടാനുമുള്ള അമ്മയുടെ ഇഷ്ടം ഹ്യേവൺ ഏറ്റെടുക്കുന്നു. കിം ടേരി ഹ്യേവണായി മികച്ച പ്രകടനം കാണിക്കുന്നു. സ്വാഭാവികമായ ആകർഷണവും നിശബ്ദമായ കരുത്തും നിറഞ്ഞ അവതരണം, മഞ്ഞുവാരി മാറ്റുന്നതുപോലുള്ള സാധാരണ നിമിഷങ്ങളിൽ പോലും നമ്മെ ആകർഷിക്കുന്നു. ജേഹയായി അഭിനയിക്കുന്ന ജൂണിയോലും പുതുമുഖം ജിൻ കിജുവും ഹ്യേവണിന്റെ സുഹൃത്തുക്കളായി മികച്ച പ്രകടനം കാണിക്കുന്നു. അവർ തമ്മിലുള്ള കൂട്ട്, രാത്രിയിൽ മീൻ പിടിക്കാൻ പോകുന്നതും പുഴക്കരയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ബെൻഡോ കൊറിയൻ ലഘുഭക്ഷണം പങ്കിടുന്നതും എല്ലാം കാണുമ്പോൾ അവരുടെ ഇടയിലെ ഊഷ്മളമായ ബന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ലിറ്റിൽ ഫോറസ്റ്റ് ഗ്രാമീണ ജീവിതത്തെ അല്പം മോടിയാക്കി കാണിക്കുന്നുണ്ട്. കർഷകർ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും പര്യവേക്ഷണം ചെയ്യപ്പെടുന്നില്ല എന്നത് ശരിയാണ്. എന്നിരുന്നാലും ഈ ചിത്രത്തിന്റെ സന്ദേശം സെറ്റിംഗിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. മഴയുടെ ശബ്ദം, രാത്രിയിൽ നദിയിൽ നിന്ന് മീൻ പിടിക്കുന്നതിന്റെ ആവേശം, ശീതകാലത്ത് ഉണക്കമുന്തിരിയുടെ രുചി എന്നിവയെല്ലാം ഹ്യേവണിന്റെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു. ഇവയെല്ലാം ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ സ്നേഹിക്കാനും പ്രകൃതിയുമായി പുനഃസംയോജിക്കാനുമുള്ള മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രം നൽകുന്നത്. ലിറ്റിൽ ഫോറസ്റ്റ് നമ്മെ മന്ദഗതിയിലാക്കാനും ചെറിയ കാര്യങ്ങളെ കാണാനും പ്രകൃതിയുമായി പുനഃസംയോജിക്കാനും ഒരു പ്രേരണയാണ്. വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം പ്രിയപ്പെട്ടവരുമായി പങ്കിടുന്നതിന്റെ ആശ്വാസവും പോഷണവും കണ്ടെത്താൻ ഇത് ക്ഷണിക്കുന്നു. ഹ്യേവണിനെ പോലെ നമ്മുടെ പരിസരത്തോ ഒരു ചെറിയ കാട്ടിൽ പോലും സൗഖ്യത്തിന്റെയും സ്വയം കണ്ടെത്തലിന്റെയും യാത്ര തുടങ്ങാൻ ഈ ചിത്രം നമുക്ക് നൽകുന്നു.